എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 20 ശ്ലോകം 17, 18, 19, 20, 21, 22, 23 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കഥാമയും ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദ അച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 17. അമോഘവീര്യോ രാജർഷി മഹിഷ്യാം വീര്യമാദധേ ശ്വോഭൂതേ സ്വപുരം യാത കാലേനാസൂതസാസുതം. അമോഘവീര്യ രാജർഷി, നിഷ്ഫലമാകാത്ത വീര്യത്തോടുകൂടിയ രാജശ്രേഷ്ഠൻ മഹിഷ്യാം, മഹിഷിയിൽ വീര്യം ആദധേ, തേജസ്സിനെ നിക്ഷേപിച്ചു. ശ്വഭൂതേ പുലർക്കാലെ സ്വപുരം യാത. ശ്വഭൂതേ എന്ന് പറഞ്ഞാൽ പുലർക്കാലെ. സ്വപുരം യാത തന്റെ പുരത്തെ പ്രാപിച്ചു. സാ അവൾ കാലേന കാലം കൊണ്ട് സുതം അസൂത സുതനെ പ്രസവിച്ചു. ഋഷിതുല്യനായ രാജാവ് വ്യർത്ഥമായി ഭവിക്കാത്തതായ തന്റെ വീര്യത്തെ പട്ടമഹിഷിയിൽ നിക്ഷേപിച്ചു. അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതമായപ്പോ ഉടനെ തന്നെ തന്റെ രാജധാനിയിലേക്ക് പോവുകയും ചെയ്തു ദുഷ്യന്ത മഹാരാജാവ്. കാലം കടന്നുപോയി. പ്രസവകാലം പൂർത്തിയായപ്പോ ശകുന്തള ഒരു പുത്രനെ പ്രസവിച്ചു. കണ്വ കുമാരസ്യ വനേ ചക്രേ സമുചിതാ ക്രിയാ ബദ്ധ്വാ മൃഗേ േന്ദ്രാന്തരസാ ക്രീഡതി സ്മ സ ബാലക. കുമാരസ്യ കുമാരന് സമുചിതാ ക്രിയാ സമുചിത ക്രിയകളെ കണ്വ കണ്ണൻ വനേ ചക്രേ വനത്തിൽ ചെയ്തു. സ ബാലക ആ ബാലകൻ മൃഗേന്ദ്രാൻ തരസാ ബദ്ധ്വാ സിംഹങ്ങളെ വേഗത്തിൽ ബന്ധിച്ചിട്ട് ക്രീഡതി സ്മ ക്രീഡിച്ചു. ആ കുട്ടിക്ക് വേണ്ടുന്ന ജാതകർമാദികളെ ക്രിയകളൊക്കെ കണ്ണു മഹർഷി കാട്ടിൽ വെച്ച് തന്നെ നടത്തി. മുത്തശ്ശനല്ലേ കുട്ടിയുടെ ശരിക്കും മകളെ പോലെ തന്നെയാണ് കണ്ണു മഹർഷി. അത്രയും സ്നേഹത്തോടു കൂടിയിട്ടാ ശകുന്തളയെ വളർത്തിയത്. അങ്ങനെ ആ ബാലകൻ ക്രമത്തില് വളർന്നു വന്നു. മിടുമിടുക്കൻ, വീരശൂരൻ, പരാക്രമി എന്നൊക്കെ പറയില്ലേ, കുട്ടിക്കാലത്ത് തന്നെ അത് തെളിയിച്ചു. സിംഹങ്ങളോടാണ് ഇത്ര കൂടുതൽ. ഈ പൂച്ചയൊക്കെ കളിപ്പിക്കണ മാതിരി ആ ബാലൻ സിംഹങ്ങളെ പിടിച്ചു ബന്ധിച്ച് പ്രയാസം കൂടാതെ അവയോടുകൂടി കളിച്ചിരുന്നു എന്നാ പറയണത്. സിംഹങ്ങൾ കുട്ടികളുടെ കൂടെ. അപ്പൊ അങ്ങനെ ചെറിയ കുട്ടിയായിരുന്നപ്പോ തന്നെ വീര്യശാലിയായിരുന്നു എന്ന് പറയുന്നു. തം ദുരത്യയ വിക്രാന്തമാദായ പ്രമദോത്തമ ഹരേരംശാംശ സംഭൂതം ഭർത്തുരന്തികമാഗമൻ. ഹരേ അംശാംശ സംഭൂതം, ഹരിയുടെ അംശാംശത്തിൽ നിന്ന് സംഭവിച്ചവനും ദുരത്തെ വിക്രാന്തം അതിക്രമിക്കാൻ കഴിയാത്ത പരാക്രമത്തോടുകൂടിയവനുമായ തം ആദായ അവനെ എടുത്തുകൊണ്ട് പ്രമദോത്തമ ഉത്തമയായ അവൾ ഭർത്തൃ അന്തികം ഭർത്താവിന്റെ സമീപത്തെ ആഗമിച്ചു. ശ്രീഹരിയുടെ അംശാംശ അവതാരമായതിനാൽ ആർക്കും അതിക്രമിക്കാൻ കഴിയാത്ത പരാക്രമത്തോടുകൂടി അത്രയും വീരശൂര പരാക്രമിയാണ് ആ ബാലൻ. ചെറിയ കുട്ടിയായിരുമ്പോൾ തന്നെ. അങ്ങനെയുള്ള ആ പുത്രനോടുകൂടി ഉത്തമയായ ശകുന്തള ദുഷ്യന്ത മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോവാണ്. അവിടെ ചെന്നു. യഥാന ജഗൃഹേ രാജാ ഭാര്യാപുത്രാവനിന്ദിതൗ ശൃണ്വതാം സർവഭൂതാനാം ഖേവാഗാഹ അശരീരിണി. ഭാര്യാപുത്രവും ഭാര്യയും പുത്രനും അനിന്ദിതവും ദോഷരഹിതരായിരുന്നിട്ടും രാജാവ് യഥാന ജഗൃഹേ ഗ്രഹിക്കാതിരുന്നപ്പോൾ സർവഭൂതാനാം ശൃണ്വതാം സകല ഭൂതങ്ങളും ശ്രവിച്ചുകൊണ്ടിരിക്കെ ഖേ ആകാശത്തിൽ അശരീരിണി വാക്ക് വക്താവിനെ കാണാതിരിക്കുന്ന വിധത്തിലുള്ള വാക്ക് ആഹ പറഞ്ഞു. ഭാര്യയായ ശകുന്തളയ്ക്കും പുത്രനും യാതൊരു ദോഷവും ഇല്ലെങ്കിലും ജനങ്ങളുടെ അപവാദം ഭയന്നിട്ട് രാജാവ് സ്വീകരിക്കാതിരുന്നു. ആലോചിച്ചു നോക്കൂ. വിവാഹം ചെയ്തപ്പോ ഒന്നും ജനങ്ങളുടെ അപവാദം നോക്കിയില്ല രാജാവ്. പുത്രനെയും കൊണ്ട് വന്നപ്പോ സ്വീകരിച്ചില്ല. ജനാപവാദം ഭയന്നിട്ട്. അപ്പതാ ആകാശത്തിൽ നിന്ന് അശരീരിണിയായ ഒരു വാക്കുണ്ടായി. മാതാഭസ്ത്രാപിതുപുത്രോ യേന ജാതസയേവ സ ഭരസ്വപുത്രം ദുഷ്യന്ത മാവംസ്ഥാ ശകുന്തള. മാതാവ് ഭസ്ത്ര പാത്രവിശേഷം
പുത്ര പിതു പുത്രൻ പിതാവിന്റെ ഏന ജാത യാതൊരുവൻ നിമിത്തം ജാതനായോ സ ഏവ സ അവൻ തന്നെ അവൻ. ദുഷ്യന്ത ഹേ ദുഷ്യന്ത പുത്രം ഭരസ്വ പുത്രനെ ഭരിച്ചാലും ശകുന്തളാം ശകുന്തളയെ മാ അവമംസ്ത അപമാനിക്കരുത്. ശരീരി എന്താണ് അശരീരിണിയായ വാക്ക് എന്നതാ വിവരിക്കണു. മാതാവ് തോൽ കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രം എന്ന പോലെ വീര്യം നിക്ഷേപിക്കാനുള്ള ആധാരം മാത്രമാണ്. പുത്രൻ പിതാവിൻ്റെതു തന്നെ. യാതൊരുവനാൽ പുത്രൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുവോ ആ പിതാവ് തന്നെയാണ് പുത്രൻ. ആത്മാവൈ പുത്രനാമാസി പുത്രൻ പിതൃസ്വരൂപം തന്നെ എന്ന്. അതാണ് ശ്രുതിവാക്യം. എന്നിട്ട് പിന്നെയും പറയണം, ഹേ ദുഷ്യന്ത പുത്രനെ ഭരിച്ചോളൂ, ശകുന്തളയെ അപമാനിക്കരുത്, അവളെയും സ്വീകരിക്കൂ എന്നായിരുന്നു ആകാശത്തിൽ നിന്ന് പുറപ്പെട്ട വാക്ക്. ഭരസ്വ എന്ന ആ വാക്ക് പറഞ്ഞതുകൊണ്ടാണ് ആ ഉണ്ണിക്ക് അങ്ങനെ ഭരതൻ എന്ന നാമധേയം കൽപ്പിച്ചു കൊടുത്തത് എന്നും കൂടി ഇതിൽ സൂചിപ്പിക്കണം. പുത്രം ഭരസ്വ എന്ന് പറഞ്ഞില്ലേ പുത്രനെ. അപ്പൊ ആ പുത്രന് ഭരതൻ എന്ന പേര്. അങ്ങനെയാണല്ലോ നമ്മുടെ ഭരതൻ ഭരിച്ചത് കൊണ്ടല്ലേ നമ്മുടെ ഈ ഭൂമിക്ക്, നമ്മുടെ ഈ നാടിന് ഭാരതം നമ്മുടെ പേര് വന്നത് അല്ലെ, നമ്മുടെ രാജ്യത്തിന്. രേതോധാ പുത്രോ നയതി നരദേവയമക്ഷയാൽ ത്വം ജാസ്യധാതാ ഗർഭസ്യ സത്യമാഹ ശകുന്തള. നരദേവ ഹേ രാജാവേ, രേതോധാഹ രേതസിനെ സേചനം ചെയ്യുന്ന പുത്രൻ യമക്ഷയാൽ യമലോകത്തിൽ നിന്ന്, അതായത് പിതൃക്കളുടെ അടുത്ത് നിന്ന്, നയതി പിതാവിനെ ഉദ്ധരിക്കുന്നു. അസ്യ ഗർഭസ്യ ഈ ഗർഭത്തിന്റെ ധാത കർത്താവ്, ത്വം ച നീ തന്നെയാണ്, ശകുന്തള സത്യമാക ശകുന്തള സത്യമാണ് പറഞ്ഞത് എന്ന് കൂടി അശരീരി പറഞ്ഞു. ഹേ രാജാവേ, ഇവരെ സ്വീകരിക്കുന്നത് കൊണ്ട് അങ്ങയ്ക്ക് ഇഹത്തിൽ മാത്രമല്ല പരലോകത്തിലും സുഖം ഭവിക്കും. എന്തുകൊണ്ടെന്നാൽ ഈ പുത്രൻ വിവാഹം കഴിച്ച് പുത്രനെ ജനിപ്പിച്ച് വംശത്തെ വർദ്ധിപ്പിക്കും. ഈ പുത്രനും പൗത്രനും പരമ്പരാക്രമത്തിൽ പിണ്ടോദകം നൽകി അങ്ങയെ യമലോകത്തിൽ നിന്ന് ഉദ്ധരിക്കും. ഇവനെ ഗർഭാധാനം ചെയ്തത് അങ്ങു തന്നെയെന്ന് ശകുന്തള പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ട് ഇവൻ അങ്ങയുടെ പുത്രൻ തന്നെ, സ്വീകരിക്കൂ. പുന്നാംനോ നരകാൽ യസ്മാൽ പിതരം ത്രായതേ സുത തസ്മാൽ പുത്ര ഇതി പ്രോക്ത സ്വയമേവ സ്വയംഭുവ. പുത് എന്നു പേരായ നരകത്തിൽ നിന്ന് പിതാവിനെ ത്രായണം ചെയ്യുന്ന രക്ഷിക്കുന്നവനാകയാൽ പുത്രൻ എന്ന ശബ്ദം ബ്രഹ്മദേവൻ തന്നെ കൽപ്പിച്ചതാകും എന്നർത്ഥമായ ശ്രുതി. ആ ശ്രുതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ അശരീര വാക്കുണ്ടായപ്പോ രാജാവ് ഭാര്യയെയും പുത്രനെയും അംഗീകരിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.